ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ അധ്യായം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വരികളും നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അധ്യായം 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഗാന്ധിയൻ സമര രീതികളും അതുപോലെ തന്നെ 1857 വിപ്ലവങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഈ പാഠം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രത്തോടു കൂടിയുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ആര് പറഞ്ഞതാണിത്? രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു നാൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും. പക്ഷേ അപ്പോൾ അവരിവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഇന്ത്യ അതെങ്ങനെയുള്ള ഇന്ത്യ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അവർ നൂറ്റാണ്ടുകളായിട്ട് നമ്മളെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ അടിമത്തത്തിൽ ഇരിക്കുന്നു. നമ്മുടെ എല്ലാ സമ്പത്തും അവർ കൊള്ളയടിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും ഒരു കൂമ്പാരമായിരിക്കും എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെടുന്നത്. 1941 രവീന്ദ്രനാഥ ടാഗോർ നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ അവസ്ഥ കണ്ട് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളത്. ഈ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും എന്നുള്ളത് ആര് പറഞ്ഞ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ആണ് ഇതിലൂടെ നമ്മളെ സൂചിപ്പിച്ചത്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ ദുരിതപൂർണമായ ഇന്ത്യയെ ആയിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത്. ഇത് നമുക്ക് അറിയാം അല്ലേ. ബ്രിട്ടീഷുകാർ ഉറപ്പായിട്ടും ഒരു നാൾ ഇന്ത്യയെ ഉപേക്ഷിക്കും. പക്ഷേ അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരു ദുരിതപൂർണമായ ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. അപ്പോൾ കുറച്ചാളുകൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു, കുറച്ചാളുകൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെ ഇന്ത്യയെ വിഭജിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? ഇതിനെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹമായിരുന്നു. അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒരു ചിത്രമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ട്രെയിനിൻ്റെ മുകളിൽ വരെ കയറിയിരുന്നാണ് ആളുകൾ പോകുന്നത്. അതുപോലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരുന്നു. അപ്പോൾ വിഭജന കാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഇത്. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുന്നത്. ആ കാലത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. അപ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹവും ഉണ്ട്, അതുപോലെ തന്നെ വർഗീയ ലഹളകളും നമ്മുടെ രാജ്യത്ത് അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. ഏത് സമയത്ത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എവിടേക്കായിരുന്നു ഈ കലാപങ്ങൾ നടന്നിരുന്നതെന്ന് ചോദിച്ചാൽ കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിൽ രക്തരൂഷിതമായിരുന്നു അവിടുത്തെ കലാപങ്ങൾ എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ് ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും മുഖേന ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിച്ചു. ജനങ്ങളുടെ പുനരധിവാസ നടപടികളും അതുപോലെ തന്നെ അഭയാർത്ഥി പ്രശ്നവും പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു.
ഇനി ഇവിടെ നമുക്ക് ബോക്സിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം: നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത്, നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആരുടെ മരണത്തെക്കുറിച്ചാണ് ഇങ്ങനെ നെഹ്റു അഭിപ്രായപ്പെട്ടത്? ഉത്തരം എന്താണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ഇനി ഇങ്ങനെ ചോദിക്കും, ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാണ്? നെഹ്റു ആണ്. അപ്പോൾ 2 രീതിയിൽ ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിത് ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് പറഞ്ഞത്? നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. അപ്പോൾ എന്നാണ് ഗാന്ധിജി മരിച്ചത്? 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ആരാണ് വെടിവെച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിക്കുന്നത്. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പോൾ ഇന്ത്യ വിഭജിച്ചതിന് ശേഷം ഇവിടെ നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിട്ടാണ് ഗാന്ധിജിയുടെ മരണം എന്ന് ആണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു അല്ലേ ഇവിടെ. അപ്പോൾ എന്താണ്, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇന്ത്യ എന്ന ഒരു രാജ്യം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്കുമേ പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 600ഓളം നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പം നമ്മുടെ ഈ 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടുരാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അധികാരം നൽകിയത്? അവർക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം. ഇത് രണ്ടും താല്പര്യമില്ലെങ്കിലോ അവർക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരവും ബ്രിട്ടൻ കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. അപ്പോൾ ഒന്നാമത്തേത് അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, ഇപ്പോഴോ നാട്ടുരാജ്യ സംയോജനം. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ, ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ മടിച്ചു നിന്നത് പ്രശ്നമായിരുന്നു. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഫോം ചെയ്ത ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന പുനഃസംഘടന ആരുടെ ആയിരുന്നു? സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയോഗിച്ചു. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനയിൽ പട്ടേലിനൊപ്പം നിന്ന ആളാണ് മലയാളിയായിട്ടുള്ള VP മേനോൻ. VP മേനോൻ്റെ പേര് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാട്ടുരാജ്യ സംയോജനവുമായി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ റിലേറ്റഡ് ആണ് VP മേനോൻ. സർദാർ പട്ടേലിനൊപ്പം നിന്ന മലയാളി ആരാണെന്ന് ചോദിക്കും. ആരാ? VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായിട്ട് പട്ടേലും നമ്മുടെ VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കുന്നു. ഈ കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ അധികാരത്തിലുള്ള പ്രതിരോധവും വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണങ്ങൾ
കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ലയന കരാറിൽ ഒപ്പുവെച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. പക്ഷേ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. നമ്മളോട് ചോദിക്കും ക്വസ്റ്റ്യൻ, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഓപ്ഷൻ തരും. 4 ഓപ്ഷൻ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ABC എന്ന് ചോദിക്കും. അപ്പോൾ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച് നിന്നത്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടികളിലൂടെയും ഈ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ ഫ്രാൻസുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ടും പോയിട്ടില്ലായിരുന്നു അല്ലേ? അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ അപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടികളിലൂടെയാണ് പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. അപ്പോൾ ഫ്രാൻസുകാർ തങ്ങളുടെ പ്രദേശങ്ങളെല്ലാം തിരിച്ചു നൽകിയിട്ട് പോയി. ഏത് വർഷമാണ് പോയത്? ഫ്രാൻസുകാരുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു പോണ്ടിച്ചേരി, കാരക്കൽ, മാഹിയാനം. അവർ 1954 ഇന്ത്യയിൽ നിന്നും പോകുന്നത്. പോർച്ചുഗീസുകാരാകട്ടെ 1961 ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളായിരുന്നു പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രദേശങ്ങളും ഇത് വർഷവും പഠിക്കണം കേട്ടോ. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ തന്നിട്ട് നമ്മളോട് ഇതിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കും. ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹിയാനം, കാരക്കൽ. 1954 ഫ്രാൻസുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത്. പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു എന്നിവ. ഇതിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത് 1961. വിഭജനം സിനിമയിൽ. ഇതൊരു ബോക്സാണ് തന്നിരിക്കുന്നത്. ഈ ബോക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋതിക് ഘട്ടകിൻ്റെ മേഘ് ദാഗ്ധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. അപ്പോൾ ഈ സിനിമകൾ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഋതിക് ഘട്ടകിൻ്റെ മേഘേ ദാഗ്ധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇനി VP മേനോനെ കുറിച്ച് പഠിക്കാം. VP മേനോൻ്റെയും സർദാർ പട്ടേലിൻ്റെയും പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് സർദാർ പട്ടേൽ, ഇത് VP മേനോൻ. ഓക്കെ. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. VP മേനോൻ എവിടെയാണ് ജനിച്ചത്? 1894 പാലക്കാട് ഒറ്റപ്പാലം. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഈ VP മേനോനെ കുറിച്ചുള്ളത് നിങ്ങളൊന്ന് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി ചെയ്തു. ആരാണ്? VP മേനോൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? VP മേനോൻ. VP മേനോൻ എവിടെ ജനിച്ചു? 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത്. അദ്ദേഹം അതുപോലെ തന്നെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്തു. ഇനി
1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. എന്നാണ് അദ്ദേഹം ഒറീസ ഗവർണറായത്? 1952 VP മേനോൻ ഒറീസ ഗവർണറായി ചുമതലയേൽക്കുന്നു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? VP മേനോനാണ്. VP മേനോനെ കുറിച്ച് നമുക്കൊന്ന് ഓടിച്ച് പഠിച്ചേ. എവിടെ ജനിച്ചു? 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത്. ഇനി VP മേനോന് ഏത് സെക്രട്ടേറിയറ്റിലാണ് ക്ലർക്കായി ജോലി ചെയ്തത്? ഡൽഹി സെക്രട്ടേറിയറ്റിൽ. നാട്ടുരാജ്യ സംയോജനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ VP മേനോൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് സർദാർ പട്ടേലും ജവഹർലാൽ നെഹ്റു. എന്നാണ് അദ്ദേഹം ഏത് സ്റ്റേറ്റിൻ്റെ ഗവർണറായിട്ടാണ് VP മേനോൻ ചുമതലയേൽക്കുന്നത്? ഒറീസയുടെ. ഏത് വർഷമാണ്? 1952. VP മേനോൻ്റെ 2 പ്രശസ്തമായ ബുക്കുകളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. VP മേനോൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ ബോക്സ് ഒന്ന് പഠിച്ചതാണ്. രാജ്യം, അധിനിവേശ പ്രദേശം, ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം. അപ്പോൾ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ ഫ്രാൻസിൻ്റെ രാജ്യങ്ങളായിരുന്നു. അതായത് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം, അതായത് ഈ പ്രദേശങ്ങൾ ഫ്രാൻസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവർ ഇവിടെ നിന്ന് ഏത് വർഷം പോയി? ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളിതെടുത്തോ എന്നും പറഞ്ഞ് 1954 തിരിച്ചു പോകുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിലുണ്ടായിരുന്നായിരുന്നു ഗോവ, ദാമൻ, ദിയു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഗോവ, ദാമൻ, ദിയു ഒക്കെ മോചിതമായത് 1961. ഇനി നമ്മൾ അടുത്തത് കിടക്കുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ചുമ്മാ ഉണ്ടായതാണോ ഭരണഘടന? അല്ല. ഒരുപാട് ആളുകളുടെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കറിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പുറം കവറിൻ്റെ ഫോട്ടോയാണ് ഈ തന്നിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഭരണഘടനയാണ് അല്ലേ? അവിടെ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറ എന്താണ്? അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. എന്നാണ്? 1946. ഇനി അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് BR അംബേദ്കർ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത് എഴുതി തയ്യാറാക്കാനായിട്ട്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പല ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പ്രതിഫലിക്കുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26. ഇതോടെ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുന്നു. ഭരണഘടനയെക്കുറിച്ച് നമുക്ക് ഇത്രയുമല്ല കേട്ടോ പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയെക്കുറിച്ച് പഠിക്കണം. ഇപ്പം നമ്മൾ SCERT ചാപ്റ്റർ വൈസ് പഠിച്ചു പോകുന്നത് കൊണ്ട് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. എന്നിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഭരണഘടന തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് പഠിക്കണം കേട്ടോ.
അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാ 1951-52 കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? വിജയമായിരുന്നു അല്ലേ അത്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. അപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ പ്രശ്നം ഭാഷയായി അവിടെ മാറാൻ തുടങ്ങി. എങ്ങനെ? പല ആളുകൾ, പലയിടത്തു നിന്നുള്ള ആളുകൾ. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വന്നു. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം, INC സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാരം തുടങ്ങി. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിരാഹാരം തുടങ്ങിയത് ആരാണ്? പോറ്റി ശ്രീരാമലു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. പോറ്റി ശ്രീരാമലു എത്ര ദിവസം നിരാഹാരം കിടന്നു? 58 ദിവസം നിരാഹാരം കിടന്ന് അദ്ദേഹം മരണമടഞ്ഞു. പിക്ചറിൽ തന്നിരിക്കുന്നത് പോറ്റി ശ്രീരാമലുവിൻ്റെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് പോറ്റി ശ്രീരാമലു. എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഇത് പ്രക്ഷോഭം വളരെ രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1953. ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1953. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ സംസ്ഥാന പുനഃസംഘടന ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു. എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഫസൽ അലി ആയിരുന്നു. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ HN കുൻസ്രു ആയിരുന്നു. അപ്പോൾ ഫസൽ അലിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു? HN കുൻസ്രു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാളിയായ KM പണിക്കരും ഉണ്ടായിരുന്നു. KM പണിക്കർ, HN കുൻസ്രു, ഫസൽ അലി, ഈ 3 പേര് ചേർന്നിട്ടാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനും അംഗങ്ങളുമായിരുന്നവർ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓടുവൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പാഠം വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുകയോ മെയിൻ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ. 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയിലൊക്കെ ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിച്ചിരിക്കും. ഈ ക്ലാസ് തീർന്നിട്ടില്ല. ഈ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. കാരണം ഒന്നിച്ച് പറഞ്ഞു പോയാലും നിങ്ങൾക്കിത്
കേട്ട് ബോറാകും അല്ലേ? അപ്പോൾ നമ്മൾ കുറേശ്ശെ നമുക്ക് പഠിക്കാം. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ പാഠത്തിലെ ഒരു വാക്കുപോലും നമുക്ക് കളയാനില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരും.